വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്കുള്ള മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന്, വൈശാഖ മഹോത്സവത്തിൻ്റെ ആദ്യ ദിനങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായിട്ടുള്ള നീരെഴുന്നള്ളത്ത്, അതിനെക്കുറിച്ചാണ്. കൊട്ടിയൂർ ദക്ഷിണ കൈലാസം എന്ന് പറയാം, യാഗഭൂമിയായിരുന്നു. ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ടാണ് കേരളീയർ വിശ്വസിക്കുന്നത്. പരമേശ്വരൻ താണ്ഡവ നൃത്തമാടിയ സതീദേവിയുടെ വിയോഗത്തിൽ ക്രുദ്ധനായ ദക്ഷനെ ശിരച്ഛേദം ചെയ്ത ആ ഭൂമി, അതാണ് കൊട്ടിയൂര്. അങ്ങനെയുള്ള ആ കൊട്ടിയൂരിൽ വർഷത്തിൽ വൈശാഖ മഹോത്സവത്തിന് തുറക്കുന്ന ഏകദേശം 1 മാസം മാത്രമേ പൂജയുള്ളൂ. തുറക്കുക എന്ന് പറയേണ്ട, അതൊരു പ്രകൃതിയാണ്. തുറക്കാനും അടയ്ക്കാനും ഒക്കാത്തതിലുള്ള പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ദേവസ്ഥാനമാണത്. അവിടെ സ്വയംഭൂലിംഗമാണ്. അക്കരെ ഇക്കരെ കൊട്ടിയൂരിൽ തന്ത്രികളും സ്ഥാനീയരും ഒക്കെ തന്നെ ആദ്യമായി പ്രവേശിക്കുന്നൊരു ദിനമാണത്. അത് ഇടവമാസത്തിലെ മഹംനാളിലാണ് ആദ്യമായിട്ട് അക്കരെ കൊട്ടിയൂരിലെ അവകാശികളും സ്ഥാനീയരും ഒക്കെ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. അതൊരു ചടങ്ങോടുകൂടിയാണ്. ക്ഷേത്രതന്ത്രിയായിട്ടുള്ള പടിഞ്ഞാട്ട് നമ്പൂതിരി കാർമ്മികത്വം വഹിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണത്. കുറിച്യാർ സമുദായത്തിന്റെ സ്ഥാനീയനായ ഒറ്റപ്പിലാൻ, തന്ത്രി, ആശാരി സ്ഥാനികൻ, പുറങ്കൊലയൻ എന്ന അടിയന്തര യോഗത്തിന്റെ സ്ഥാനികർ, ഇവർ ക്രമത്തിൽ ബാവലിപ്പുഴയിൽ ചെന്ന് മുങ്ങിക്കുളിച്ച് ശുദ്ധരായിട്ട് കൂവയിലയിൽ ജലം ശേഖരിക്കും. ഈ ബാവലിപ്പുഴയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ജലം ശേഖരിക്കേണ്ടത്, നീരെടുക്കേണ്ടത് എന്ന് തന്ത്രിയും ഒറ്റപ്പിലാനും നിർദ്ദേശിക്കും, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ആ പ്രദേശത്തു നിന്നായിരിക്കാം അവർ ജലം എടുക്കുന്നത്. അതെടുത്ത് തിരുവഞ്ചിറയിൽ പ്രവേശിക്കും. ജലമെടുത്ത് തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് മണിത്രയിൽ യഥാക്രമം അഭിഷേകം നടത്തി നമസ്കരിക്കും. ഇതാണ് ആദ്യത്തെ ചടങ്ങ്. വൈശാഖ മഹോത്സവത്തിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങ് ഇതാണ്. ബാവലിപ്പുഴയിലെ തീർത്ഥജലം അത് സ്ഥാനീയരെല്ലാവരും കൂടെ എടുത്ത് കൊണ്ടുവന്ന് മണിത്തറയിലെ സ്വയംഭൂ സ്ഥാനത്ത് അഭിഷേകം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. പൂജ തുടങ്ങേണ്ട അനുമതി ചോദിക്കുന്ന ഒരു ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. വിശേഷമായിട്ടുള്ളൊരു ചടങ്ങ്. തുടക്കവും ഇവിടെ നിന്നാണ്. വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശേഷങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. നന്ദി, നമസ്കാരം.